സൈബർ ഫ്രോഡിലൂടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ എന്തു ചെയ്യണം? നിങ്ങൾ ഈ സൈബർ ഫ്രോഡിൽ അകപ്പെട്ടു അല്ലെങ്കിൽ ഈ ചതിക്കുഴിയിൽ വീണു എന്ന് മനസ്സിലാക്കിയാൽ വിത്തിൻ ദ ഗോൾഡൻ അവർ എന്ന് വെച്ചാൽ 1 മണിക്കൂർ മുതൽ മാക്സിമം 3 മണിക്കൂർ, 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ എന്ന് പറയുന്നു, പക്ഷേ മാക്സിമം ടൈം ഓഫ് 3 മണിക്കൂറിനുള്ളിൽ 1930 എന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിങ്ങൾ പരാതിപ്പെടുക. എന്നാൽ ഈ സൈബർ പോർട്ടലിന് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഏത് അക്കൗണ്ടിലേക്കാണോ പോയതെന്ന് തിരിച്ചറിയാനും ആ അക്കൗണ്ട് മരവിപ്പിക്കാനും കഴിയും. സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പണം പല അക്കൗണ്ടുകളിലേക്കായി മാറിപ്പോകുന്നതായിരിക്കും. പക്ഷേ എത്ര എളുപ്പത്തിൽ അല്ലെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രേഖപ്പെടുത്താൻ കഴിയുമോ നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം ഫ്രീസ് ചെയ്യാൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന് സാധിക്കുന്നതാണ്. ഈ ഫ്രീസ് ചെയ്ത പണം നമ്മൾക്ക് അതത് ജുറിസ്ഡിക്ഷണൽ പോലീസിൽ നിന്നും FIR ലഭിക്കുകയും അവരൊരു സീഷർ മഹസർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ സീഷർ മഹസർ അനുസരിച്ച് ഏത് ബാങ്കിലാണോ പണം പോയിരിക്കുന്നത് ആ ബാങ്ക് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. ഈ ഫ്രീസ് ചെയ്ത എമൗണ്ട്, അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എമൗണ്ട്, നമ്മളുടെ ജുറിസ്ഡിക്ഷണൽ കോടതി മുഖാന്തരം സെക്ഷൻ 503 ഓഫ് BNSS പ്രകാരം ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയും ആ പെറ്റീഷന് ക്ലെയിം പെറ്റീഷൻ എന്ന് പറയും. ഈ സീസ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത എമൗണ്ട് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യമാവും. അങ്ങനെ ഒരു കോടതി ഉത്തരവിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്.